ഗൈസ്, സ്നേഹാമസ് ആണ്. നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. നമുക്ക് അടിപൊളിയായി സെറ്റാക്കി മാറ്റണം. അപ്പോൾ അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം അല്ലേ, വെറൈറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കോണ്ടന്റുകളുണ്ട്, അതൊക്കെ മക്കൾ മറക്കാതെ കാണാം. ഇന്നത്തെ മെഗാ മാരത്തോൺ ഒക്കെ നമുക്ക് സൂപ്പർ ആക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് ഈ ഒരു കോണ്ടന്റിൽ പറയാൻ പോകുന്നത് വാർത്താലാപ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. വാർത്താലാപ് എന്താണ് ഈ വാർത്താലാപ് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ നമുക്ക് സംഭാഷണം എന്ന് പറയാം. ഒന്നില്ല, ഒരു കഥാപാത്രം മറ്റേ കഥാപാത്രത്തിനോട് എന്തൊക്കെയോ കുറെ പറയുന്നു, അതാണ് എന്തെന്ന് പറയുന്നത് വാർത്താലാപ് എന്ന് പറയുന്നത് അല്ലെ. മക്കൾക്ക് ഈ വാർത്താലാപ് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പല രീതിയിൽ ചോദിക്കും. ചിലപ്പോൾ മക്കളോട് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ വേണ്ടി ചോദിക്കും. ചിലപ്പോൾ എന്ത് ചോദിക്കും, സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതേണ്ടി വരില്ല. എന്ത് ചെയ്യാ, ഈ ബോക്സിൽ തന്നിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് ഓർഡറിൽ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കഥാപാത്രങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. മിക്കവാറും മിസ് ഇത് ഈ രണ്ടാമത് പറഞ്ഞില്ലേ എടുത്തെഴുതുന്ന പരിപാടി, ആ പരിപാടിയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പരിചയപ്പെടാം. മിക്കവാറും നമ്മുടെ ഇച്ചു ഒരു ബിനിയ എന്ന് പറയുന്ന പാഠമില്ലേ, ആ പാഠഭാഗത്തിൽ നിന്ന് തന്നെയാണ് മക്കൾക്ക് എന്ത് വരാൻ സാധ്യത, കോൺവെർസേഷൻ വാർത്താലാപ് വരാൻ സാധ്യത. അപ്പൊ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആ പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം. ഓരോ ഡയലോഗും ഏത് കഥാപാത്രം പറഞ്ഞു എന്നുള്ള കൃത്യമായ ഐഡിയ മക്കൾക്ക് വേണം. ഒരിക്കലും ഇച്ചു ഒരു ബിനിയ എന്ന് പറയുന്ന പാഠം മക്കൾ എന്ത് ചെയ്യരുത്, വായിക്കാതെ പോകാൻ പാടില്ല. എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അത് വായിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഈ ഡയലോഗ് ബിനിയാണ് പറഞ്ഞത്, ഈ ഡയലോഗ് ഇച്ചു ആണ് പറഞ്ഞത് എന്നുള്ള കൃത്യമായ ബോധം മക്കൾക്ക് വേണം കേട്ടോ. അപ്പം മിസ് 2 ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, മറ്റേത് എന്താണ്, നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്, മക്കൾ കാണാത്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ചെയ്യാം അല്ലെ. ആദ്യം നോക്കാം, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇച്ചു ഒരു ബിനിയ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് എന്ത് വരാൻ സാധ്യത മിസ് പറഞ്ഞു, വാർത്താലാപ് വരാൻ സാധ്യത. നിർബന്ധമായിട്ടും പഠിക്കണേ. ഈ ഒരു കോണ്ടന്റ്, ഈ ഒരു വീഡിയോ മക്കൾ ഒരിക്കലും പഠിക്കാതെ പോകാൻ പാടില്ല. നാളത്തെ എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഏതെങ്കിലും ഒരു സംഭാഷണം ഉറപ്പായിട്ടും വരും, നിർബന്ധമായിട്ടും വരുന്നു കേട്ടോ. അപ്പൊ നോക്കാം, വാർത്താലാപ് കോ ആഗേ ബഡേ എന്നാണ് മക്കൾക്ക് തന്നിട്ടുള്ളത്. എന്താണ്, വാർത്താലാപിനെ മുന്നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. വാർത്താലാപ് എന്താണെന്ന് മക്കൾക്കറിയാം, എന്താണ്, കോൺവെർസേഷൻ ആണ് അല്ലെ. കോൺവെർസേഷൻ എന്ത് ചെയ്യാനാണ്, മുന്നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഏതൊക്കെ ക്യാരക്ടേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്, ബിനിയ, ഇച്ചു, ബിനിയ, ഇച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്ന ഡയലോഗുകളാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ ഡയലോഗ് മക്കൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആദ്യത്തെ ഡയലോഗ് തന്നിട്ടുണ്ട്. നോക്കാം, ഇച്ചു തുജ്കോ ക്യാ ബന്നാ ഹേ. ഏത് ഭാഗമാണെന്ന് നമുക്ക് കത്തിയോ. നമ്മളെ ബിനിയ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ചീണ്ടിയായാൽ മതി, എനിക്ക് ഉറുമ്പായാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഇച്ചുമോനോട് ചോദിച്ചായിരുന്നു ബിനിയ, ഇച്ചുമോനെ നിനക്ക് എന്താ ആകേണ്ടത്, നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ച സമയത്ത് അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം അവൻ പറഞ്ഞിട്ടുള്ള ആഗ്രഹം എന്തായിരുന്നു, എനിക്ക് എരുമയാകണം എന്ന് പറഞ്ഞ ഡയലോഗായിരുന്നു അല്ലേ. എനിക്ക് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് എരുമയാകാനാണ് ഇഷ്ടം, പാല് കുടിക്കാൻ വേണ്ടി നീ വരണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ബിനിയ പറഞ്ഞു, അയ്യോ എനിക്ക് പാല് കുടിക്കാൻ വരാൻ പറ്റത്തില്ല, ഞാൻ അപ്പോൾ ഉറുമ്പാവത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ ഇച്ചു പറഞ്ഞു, അയ്യോ എന്നാ വേണ്ട, ബൈൻസ് വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി അല്ലേ. ആ ഒരു ഭാഗത്ത് നിന്ന് സംഭാഷണം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, എന്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ആ ഒരു ഭാഗം നോക്കിക്കേ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കേട്ടോ. ഇത് മക്കൾക്ക് തന്നിട്ടുണ്ട്. നോക്ക, ഇച്ചു തുജിക്കോ നിനക്ക് എന്നല്ലേ. തുജിക്കോ മീൻസ് എന്താണ്, നിനക്ക്, ക്യാ ബന്നാ ഹേ എന്താകണം എന്നാണ് ചോദിച്ചത് അല്ലേ. നിനക്ക് എന്താകണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കുറേ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്, 1 2 3 4 എന്ന് തന്നിട്ട്. പക്ഷെ ഇത് ഓർഡറിലാണോ തന്നേക്കുന്നത്, അല്ല. മിസ് മക്കൾ നോക്കിക്കോളൂ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോളൂ. ഇത് ഓർഡറിലല്ല തന്നേക്കുന്നത്. എന്തിലല്ല, ഓർഡറിലല്ല തന്നേക്കുന്നത്. മക്കൾ ഓർഡർ ആക്കിയിട്ട് ഓരോ കഥാപാത്രങ്ങളും എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഇവിടെ എഴുതിയെടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാവേ. ആദ്യം എന്ത് ചെയ്യണം മക്കൾ, ഇതാ ഓർഡർ ആക്കി മാറ്റണം. പർ തബ് തോ ചീന്തി ഹോങ്കി, ഞാനപ്പോ എന്തായിരിക്കും, പർ തബ് തോ ചീന്തി ഹോങ്കി, ഉറുമ്പായിരിക്കും, ഉറുമ്പായിരിക്കും എന്നുള്ള ഭാഗമാണ് ആദ്യം തന്നിട്ടുള്ളത്. പിന്നെ എന്ത് തന്നു, മേ തോ ബൈൻസ് ബനൂങ്ക, ഞാൻ എന്താകും, എരുമയാകും എന്ന് പറയുന്ന ഭാഗമാണ്, എരുമയാകും എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന മക്കൾ ആദ്യം ചെയ്യേണ്ട കാര്യം, പെട്ടെന്ന് തന്നെ എടുത്ത് എഴുതാൻ പാടില്ല, തെറ്റും. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കി ഇത് ഓർഡറിലാക്കിയിട്ട് ഓരോ കഥാപാത്രങ്ങളും പറയുന്നത്, ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പം എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ച് ഏതൊക്കെ കഥാപാത്രങ്ങളായിരിക്കും പറയുന്നത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓർഡറിലാക്കി എഴുതുന്ന പരിപാടിയാണ്. ഞാൻ ഉറുമ്പായിരിക്കും എന്ന് പറയുന്ന ഡയലോഗ് ആരുടെയാ, അത് ബിനിയയുടെ നമുക്കറിയാം അല്ലേ. ഇത് ബിനിയയുടെ ഡയലോഗാണ്. ഞാൻ എരുമയാകും എന്ന് പറഞ്ഞ ഡയലോഗ് ആരുടെയാ, അത് നമ്മുടെ ഇച്ചുവിന്റെ ഡയലോഗാണ്, ഇച്ചുവിന്റെ ഡയലോഗാണ്. ഓക്കെ, ക്യൂം എന്ന് വെച്ചാൽ എന്താണ്, എന്തിന് എന്നുള്ള അർത്ഥം അല്ലേ. ക്യൂം
എന്തിന് എന്നുള്ള അർത്ഥമാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തരാത്തതാണ്, അതുകൊണ്ട് നമുക്ക് അത് പെൻഡിങ്ങിൽ വെക്കാം. ആരാ എന്ന് അറിയാത്തതുകൊണ്ട് നോക്കാം. തുझको दूध अच्छा लगता है ना तू दूध पीने आना. നിനക്ക് ദൂത് മിൽക്ക് ഇഷ്ടമല്ലേ? നിനക്ക് മിൽക്ക് അച്ഛാ ലഗ്താ ഹേ നാ ഇഷ്ടമല്ലേ? തൂ ദൂത് പീനെ ആന, നീ മിൽക്ക് കുടിക്കാൻ വരണം. ഇതാര് പറഞ്ഞതായിരുന്നു? നമ്മുടെ ബിനിയനോട് ഇച്ചു പറഞ്ഞ ഡയലോഗാണ് അല്ലേ. ഞാൻ എരുമയായിക്കോളാം, നിനക്ക് ദൂത് ഇഷ്ടല്ലേ, നിനക്ക് മിൽക്ക് ഇഷ്ടല്ലേ, നീ മിൽക്ക് കുടിക്കാൻ വരണം കേട്ടോ എന്ന് പറഞ്ഞ ഡയലോഗ് ആരതാ? ഇച്ചുവിന്റെ ഡയലോഗാണ്. ഓക്കെ, ഇത് ഇച്ചുമോന്റെ ഡയലോഗാണ്. ഓക്കെ, ലാസ്റ്റ് നോക്കിക്കേ. അച്ഛാ തോ ബൈൻസ് ചോട്. ഓക്കെ, ബൈൻസ് എരുമ വിട്, എരുമ എന്ന് പറയുന്ന ആ ആഗ്രഹം വിട് എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ. ഇതും ആര് പറഞ്ഞതാണ്? ഇച്ചു പറഞ്ഞതാണ്. ഓക്കെ, 3 ഇച്ചുവായി. അപ്പൊ ഇത് ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ നമുക്ക് 2 ബിനിയ മാത്രമേ എഴുതാനുണ്ടാവുള്ളൂ. അപ്പൊ ആ ക്യൂ എന്ന് പറഞ്ഞ ഡയലോഗ് മക്കൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ബിനിയ പറഞ്ഞത് അല്ലെ. എന്തിന് എന്നുള്ള ഡയലോഗ് ബിനിയയുടെ ആയിരിക്കും എന്നുള്ളത് മക്കൾ എഴുതുന്നു. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആരൊക്കെയാണ് പറഞ്ഞത് എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇത് ഓർഡറിൽ ഇതേ മാറ്റി എഴുതണം. നിനക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ആരായിരിക്കും? ഇച്ചുവിന്റെ ഡയലോഗാണ് നമ്മൾ എഴുതേണ്ടത്. ഇച്ചു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് എരുമയാകണം. നമ്മുടെ ഈ 2ാമത്തെ പോയിന്റ് നമ്മൾ ഇത് ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. മേത്തോ ബൈൻസ് ബനൂങ്ക എന്ന് പറഞ്ഞ ആ പോയിന്റ് മൊത്തം എന്ത് ചെയ്യുന്നു മക്കള്? ആൻസർ ഷീറ്റിലോട്ട് എടുത്ത് എഴുതുന്നു. ഇനി അടുത്ത എന്താണ്? നിനക്ക് എന്തിനാ എരുമയാവുന്നത് എന്നുള്ള ക്യോം. കണ്ടോ, ഈ ക്യോം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി ചോദിക്കുന്നുണ്ടാവുക. എന്തിന്? ഈ 3ാമത്തെ ഡയലോഗ് മൊത്തം മക്കൾ എടുത്ത് എഴുതുന്നു. ഓക്കെ, നോക്കാം. എന്നിട്ട് അടുത്തത് നമ്മുടെ ഇച്ചുവാണ് സംസാരിക്കേണ്ടത്. ഇച്ചുവിന്റെ 2 ഡയലോഗാണ് ഇനി ബാക്കിയുള്ളത്. നോക്കാ, നിനക്ക് മിൽക്ക്, നോക്കുക, തുझको दूध अच्छा लगता है ना, നിനക്ക് മിൽക്ക് ഇഷ്ടമല്ലേ, നീ ദൂത് കുടിക്കാൻ വേണ്ടി വരണം, നീ മിൽക്ക് കുടിക്കാൻ വേണ്ടി വരണം. ആ ഡയലോഗ് ആയിരിക്കില്ല അടുത്തത്. എന്തിനാ ഇപ്പൊ നീ എരുമയാവുന്നത് എന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ഇച്ചുമ്മ പറഞ്ഞ്, നിനക്ക് ഈ മിൽക്ക് ഇഷ്ടമല്ലേ, നീ മിൽക്ക് കുടിക്കാൻ വരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എരുമയാവുന്നത് എന്നുള്ള പോലെ പറയാണ് അല്ലേ. അപ്പൊ ദേ നമ്മുടെ 4ാമത്തെ സെന്റൻസ് മക്കൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എടുത്ത് എഴുതുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, പുതിയ ക്വസ്റ്റ്യൻ ആണ്. മക്കൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് കേൾക്കാം. അടുത്തത് ബിനി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവാ. 2 നമ്മൾ എഴുതി കഴിഞ്ഞു, 4 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ബിനിയുടെയും ഇച്ചുവിന്റെയും 2 ഡയലോഗേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മുടെ ബിനിയ പറഞ്ഞിട്ടുണ്ടാവും എന്താണ്? നീ പാല് കുടിക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ബിനി പറയുന്നു, അയ്യോ ഞാൻ അപ്പൊ ഉറുമ്പാവത്തില്ലേ, ഇങ്ങനെ കുടിക്കും എന്നുള്ള പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പർ തബ് തോ ചീൻടി ഹോങ്കി, ഞാൻ ചീണ്ടി ആയിരിക്കും, ഉറുമ്പായിരിക്കും എന്ന് പറഞ്ഞതേ 1ാമത്തെ ഈ ഡയലോഗ് മക്കൾ ഇതേ ഇവിടെ എടുത്ത് എഴുതുന്നു. യെസ്, അപ്പൊ ഈ ഡയലോഗുകളൊക്കെ ഇവിടെ എടുത്ത് എഴുതുന്നു. ലാസ്റ്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അയ്യോ ഞാൻ ഉറുമ്പായിരിക്കില്ലേ എന്ന് നമ്മുടെ ബിനിയ പറഞ്ഞ സമയത്ത് നമ്മുടെ ഇച്ചു പറഞ്ഞായിരുന്നു, ഓക്കെ ശരി എന്നാ വേണ്ട, ചോട് വൈൻസ് ചോട്, വേണ്ട എരുമയാകണ്ട, എരുമ എന്ന് പറഞ്ഞ സാധനം വിട്ടുകളാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 5ാമത്തെ ഡയലോഗ് നമ്മൾ ഇത് ഇവിടെ എടുത്ത് എഴുതുന്നു. അപ്പൊ ഇത് ഫുള്ള് 5 മാർക്കായിരിക്കും നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ മക്കൾ കറക്റ്റ് എന്ത് ചെയ്യണം? വൃത്തിക്ക് എടുത്ത് എഴുതണം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങളെ തെറ്റിക്കാനുള്ള എല്ലാ പരിപാടിയും അതിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഏതൊക്കെ കഥാപാത്രങ്ങളായെന്ന് പറഞ്ഞത് മക്കള് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക? നമ്മുടെ ഇതിലോട്ട് മാറ്റി എഴുതുക. ഇതാണ് നമ്മുടെ പരിപാടി കേട്ടോ. കുറച്ച് നേരം എടുത്തിട്ടാണെങ്കിലും ചെയ്യണം മക്കൾ കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് എന്തായാലും 2.25 മണിക്കൂർ എന്ത് കിട്ടും? നമുക്ക് സമയം കിട്ടും. അപ്പൊ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക? എഴുതുക കേട്ടോ. പിന്നെ ഓക്കെ, ഇത് നമ്മൾ ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാ പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കാണാത്തൊരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യനാണ് കണ്ടത്. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്തോളെ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഭാഗം വന്നിട്ടുണ്ട്. കോൺ ബോല, ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ, ആര് പറഞ്ഞു. അപ്പൊ ഈ കഥാപാത്രങ്ങളുടെ പേര് മക്കൾക്ക് കൃത്യമായിട്ട് അറിയണം. ഇത് നമ്മുടെ ഇച്ചുമോനാണ്, ബോയ് ആയിട്ടുള്ളത് ഇച്ചുവാന്ന് നമുക്കൊക്കെ അറിയാം. ഇപ്പുറത്ത് ആരാളുള്ളത്? ബിനിയാണ് ഉള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. യെസ്, ഇനി ഇവിടെ 4 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഈ 4 സെന്റൻസ് ഓർഡറിലാക്കി എഴുതണം. ഏത് ഭാഗമാണ് തന്നേക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? ആദ്യം നോക്കണം. ആദ്യം മലയാളം അർത്ഥം വായിച്ച് മനസ്സിലാക്കണം. ആദ്യം നമുക്ക് ആ പരിപാടി ചെയ്യാം. എന്നിട്ട് ഏതൊക്കെ കഥാപാത്രങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എന്ത് ചെയ്യാം? ആദ്യം അടയാളപ്പെടുത്തി വെക്കാം അല്ലെ. മേ ചീണ്ടി ബന്ന ചാത്തി ഹും, ഞാൻ ഉറുമ്പാകാൻ അല്ലെ, ഞാൻ ഉറുമ്പാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലേ, ആകാൻ ആഗ്രഹിക്കുന്നു. ഇതാരാ പറഞ്ഞത്? ആഗ്രഹിക്കുന്നു. ഇതാരുടെ ഡയലോഗ് ആയിരുന്നു? ഞാൻ ഉറുമ്പാവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞേ. നമ്മുടെ ബിനിയമോള് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. സോ എന്തായിരിക്കും? ഇത് ബിനിയയുടെ ഡയലോഗാണ്. സൂപ്പർ, അത് എഴുതി വെക്കുന്നു ആദ്യം. 2ാമത്തെ നോക്കുന്നു. മേ ഗന്ന ബൻ ജാത്താ ഹൂം, ഞാൻ കരിമ്പാകാം, ഞാൻ
കരിമ്പാകാം എന്ന് പറഞ്ഞത് ആരായിരുന്നു? കരിമ്പാകാന്ന് ഒരുത്തൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. ആരാ പറഞ്ഞത്? നമ്മുടെ ഇച്ചുമോനാണ്. സോ അത് ഇച്ചു ആണ്. ഓക്കെ, വെരി ഗുഡ്. അതും നമ്മൾ എഴുതി വെക്കുന്നു. ആരാ പറഞ്ഞതെന്ന് മനസ്സിലായി. മൂന്നാമത്തെ ഡയലോഗ് നോക്കിക്കേ. മുझको पानी में मजे से पड़े रहना अच्छा लगता है. എനിക്ക് പാനി മീൻസ് എന്താണ്? നമ്മുടെ വാട്ടർ ആണ് അല്ലെ. വാട്ടറില് മസേസെ വളരെ രസത്തോടെ പടേ രഹന കിടക്കാൻ എന്താണ്? ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഇഷ്ടമാണ്. ഈ ഡയലോഗ് ആരുടെയാ? ഇച്ചു ആണ് പറഞ്ഞതല്ലേ. ഇച്ചു പറഞ്ഞിരുന്നു എനിക്ക് എരുമയാവാൻ ഇഷ്ടമാണ്, എനിക്ക് വെള്ളത്തിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആ ഡയലോഗ് ആരുടെയാ? നമ്മുടെ ഇച്ചുമോന്റെയാണ്. അപ്പൊ മക്കൾ ഒരു കൺഫ്യൂഷനും ഇല്ല, എന്ത് ചെയ്യുന്നു? ഇച്ചു ആണ് എന്നുള്ള കാര്യം ടെക്സ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സൈഡിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹം ബഹുത് സാരി ചീണ്ടിയാം ആയേഗി. ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ ഉറുമ്പുകൾ വരും എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഉറുമ്പുകൾ എല്ലാവരും ഒരുമിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലാസ്റ്റിലോട്ട് ഈ ഒരു ഡയലോഗിന്റെ സമയത്ത് അയ്യോ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വരും എന്ന് പറഞ്ഞത് ബിനിയാണ്. ഇതാണ് മിസ് പറഞ്ഞത്. ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കാതെ ഇതിനൊന്നും ആൻസർ പറയാൻ പറ്റത്തില്ല നമുക്ക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ സംഭാഷണങ്ങളാണ്, വാർത്താലാപാണ് ഈ ഇച്ചു ഒരു ബിനിയ എന്ന് പറയുന്ന പാഠത്തിൽ കേട്ടോ. അപ്പൊ ഇത് ബിനിയ പറഞ്ഞ ഡയലോഗാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബിനിയ, ഇച്ചു ബിനിയ പറഞ്ഞ കഥാപാത്രങ്ങൾക്ക് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഓരോരുത്തരും എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അല്ലെ. ഇതേ 1, 2, 3, 4 മിസ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഡയലോഗ് ആരാ പറഞ്ഞത്? നമ്മുടെ ബിനിയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? ഇതേ ഒന്നാമത്തെ സെന്റൻസ് ഇവിടെ എടുത്ത് എഴുതി വെക്കുന്നു. രണ്ടാമത്തെ ഡയലോഗ് നമ്മുടെ ഇച്ചു ആണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് ഫുൾ എടുത്ത് എഴുതി വെക്കുന്നു. മൂന്നാമത്തെ സെന്റൻസ് നമ്മുടെ ഇച്ചു ആണ് പറഞ്ഞത്. അപ്പൊ മക്കൾ ഫുള്ള് ഇവിടെ എടുത്ത് എഴുതുന്നു. നാലാമത്തെ സെന്റൻസ് ബിനിയാണ് പറഞ്ഞത്. ഇത് ഫുള്ള് ഇവിടെ എടുത്ത് എഴുതി വെക്കുന്നു. ഓക്കെ, എല്ലാ ആൻസറും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ മക്കൾ എന്ത് ചെയ്യാവൂ? നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിലോട്ട് എഴുതാവൂ എന്നുള്ള കാര്യമാണ് ആദ്യം ആലോചിക്കേണ്ടത് കേട്ടോ. ഈ വാർത്താലാപ് പോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് തെറ്റിപ്പോവാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം അങ്ങോട്ട് എടുത്ത് എഴുതാം കേട്ടോ. എല്ലാ കാര്യങ്ങളും എന്തായാലും എഴുതിയെടുക്കണം കേട്ടോ. നമ്പർ ഇട്ട് വെക്കരുത്. ഇതേപോലെ എന്ത് ചെയ്യണം? കൃത്യമായി ആ സെന്റൻസ് മുഴുവൻ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വാർത്താലാപ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് മിസ് പറഞ്ഞു ഇച്ചു ഒരു ബിനിയ എന്ന് പറയുന്ന പാഠത്തു നിന്നാണ് വരാൻ സാധ്യത. അതുകൊണ്ട് ആ പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവുക. നമ്മളിത് ഇപ്പൊ പറഞ്ഞ ഈ 2 ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പൊ നാളത്തെ നമ്മുടെ ക്രിസ്മസ് എക്സാം നമുക്ക് നന്നായിട്ട് പൊളിക്കാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ എന്താവും? എന്റെ മക്കൾക്ക് സെറ്റ് ആയിട്ട് മാറും. അപ്പൊ നാളത്തെ എക്സാമിന് നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.